ദൈവനാമം മഹത്വമുണ്ടാവട്ടെ. ഒരിക്കൽ കൂടെ ദൈവവചനത്താൽ നമുക്കിരിക്കുവാനും ധ്യാനിക്കുവാനും ദൈവം ഒരവസരം കൂടെ തന്നു. ഞാൻ പ്രാർത്ഥനയിൽ നിൽക്കുന്നു. ദൈവം തന്നെ നമ്മളെ അടുത്ത് സംസാരിക്കട്ടെ. ഞാൻ എടുത്തുകൊണ്ട് ഇരുന്ന സീരീസ് യോഹന്നാൻ്റെ എപ്പിസ്റ്റൽസ് ആയിരുന്നു, ലേഖനങ്ങളായിരുന്നു. അതിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ കഴിഞ്ഞു. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് 2 വേർഡ്സും അന്ന് നോക്കിയായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗം ജസ്റ്റ് ഒന്ന് നോക്കാം. അത് 3-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ വാക്യം വരെ. 1 യോഹന്നാൻ 2-ാം അധ്യായം 3-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ വാക്യം വരെ. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്ക് അറിയാം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. Thank you, brother. And hereby we do know that we know him if we keep his commandment, that he that saideth, I know him, and keepeth not his commandments, is a liar, and the truth is not in him. Verse 5, but whoso keepeth his word, in him verily is the love of God perfected. Hereby know we that we are in him. He that said he abideth in him ought himself also so to walk even as he walked. ദൈവം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയുള്ള വചനങ്ങളാണ് ദ ഹോൾ ഓഫ് ദ ബൈബിൾ. ദൈവം പറയാനായിട്ടുള്ള വാക്കുകൾ. നമ്മൾ യോഹന്നാൻ എപ്പിസ്റ്റൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ 3 കാര്യം പ്രധാനമായിട്ട് നമ്മൾ നോക്കി. ഒരെണ്ണം സ്നേഹം, ലവ്. രണ്ടാമത്തെ ലൈഫ്, ജീവൻ. ദെൻ ലവ്, ലൈഫ്, ദെൻ ലൈറ്റ്. 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അതിൻ്റെ ഓപ്പോസിറ്റും ഉണ്ട്. ലവിൻ്റെ ഹെയ്റ്റുണ്ട്, ലൈഫിൻ്റെ ഡെത്തുണ്ട്, ലൈറ്റിൻ്റെ ഡാർക്ക്നെസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സൈഡോടെ ഉണ്ട്, ദാറ്റ് ഇസ് ട്രൂത്തും ലൈയും, അല്ലേ? 4-ാമത്തെ വാക്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഹി ദാറ്റ് സെഡ് ഐ നോ ഹിം ആൻഡ് കീപ്പത്ത് നോട്ട് ഹിസ് കമാൻഡ്മെന്റ് ഈസ് എ ലയർ. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്നെ അറിയുകയും ചെയ്യും, എൻ്റെ കൽപ്പന പ്രമാണിക്കുന്നില്ലെങ്കിൽ അവൻ ഒരു കള്ളനാവുന്നു, അല്ലെങ്കിൽ കള്ളത്തരം ഉള്ള മനുഷ്യനാവുന്നു. ആൻഡ് ദ ട്രൂത്ത് ഇസ് നോട്ട് ഇൻ ഹിം. അവനിൽ സത്യം ഇല്ല. ഓക്കെ, ആ ലൈ, ആ ട്രൂത്തും ആ ലൈയും ആണ് നമ്മളിന്ന് നോക്കുന്നത്. നമുക്ക് പഴയ നിയമത്തിലോട്ട് പോവാം. എക്സഡസ് ചാപ്റ്റർ 34 വേഴ്സ് 6. അതിൽ ദൈവത്തിൻ്റെ ഒരു ക്യാരക്ടർ നമുക്ക് കാണാം. പുറപ്പാട് 34-ന്റെ 6-ാമത്തെ വാക്യം.
ഓക്കെ, ഇംഗ്ലീഷിൽ ആ ദീർഘക്ഷമയും വിശ്വസ്തത അത് ട്രൂത്താണ്. ട്രസ്റ്റ് വേർതി എന്ന് പറയാം, അല്ലെങ്കിൽ സത്യസന്ധത, സത്യം ഉള്ള ദൈവം. The Lord passed by before him and proclaimed the Lord God, merciful and gracious, long-suffering, abundant in goodness and in truth. ആ സത്യസന്ധത അല്ലെങ്കിൽ ആ സത്യം എന്താ? അതാ നമ്മൾ നോക്കുന്നത്. ദൈവത്തിൻ്റെ ക്യാരക്ടറിൽ ഉള്ള ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ സ്വഭാവത്തിലുള്ള ഒരു കാര്യമാണ് ആ സത്യം, അല്ലേ? അവർ തന്നെ അല്ലെങ്കിൽ മോശ തന്നെ ഡ്യൂട്ടനോമിയിൽ പറയുന്നുണ്ട്, ആവർത്തനം പുസ്തകം 32-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ, ആവർത്തനം 32:4. ഓക്കെ, ഇവിടെയും മലയാളത്തിൽ ആ സത്യദൈവം എന്ന് വരുന്നില്ല, മൂല്യഭാഷയിൽ സത്യദൈവം തന്നെയാണ്, ഗോഡ് ഓഫ് ട്രൂത്ത് എന്നാണ്. He is the rock, his work is perfect and all his works are judgment. A God of truth and without iniquity, just and right is he. അപ്പോൾ പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റുന്നത് സത്യദൈവം, the God of truth. അത് ഓൾ ടുഗെദർ നമ്മൾ വചനത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗോഡ് ഓഫ് ട്രൂത്തിനെ പറ്റിയാ പറയുന്നത്, സത്യദൈവം. ഹീ ഈസ് എ ഗോഡ് ഓഫ് ട്രൂത്ത്. ഇനി ഈ ട്രൂത്ത് എന്താണെന്നാണ് നമ്മൾക്ക് മനസ്സിലാവേണ്ടത്. ബിക്കോസ് ഇത് ദൈവത്തിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ അകത്തുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇതെന്താ, ഈ ട്രൂത്ത് എന്താ, ഈ സത്യം എന്താ? ഈ സത്യം തന്നെ ആണല്ലോ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ആണല്ലോ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ആവാൻ വേണ്ടി. അപ്പോൾ ഈ സത്യം എന്താ, ഈ ട്രൂത്ത് എന്താ, ഈ ക്യാരക്ടർ നമ്മൾ എന്താ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. പിന്നെ എന്തിനാ ഈ ട്രൂത്ത്, എന്തിനാ വേണ്ടിയത്? നമുക്കെന്തിനാ ഈ ട്രൂത്ത്? ദൈവത്തിൻ്റെ ഒരു ക്യാരക്ടറല്ല, ബാക്കിയെല്ലാം പോരെ, ഈ ട്രൂത്ത് എന്തിനാ? അല്ലെങ്കിൽ ഈ സത്യം എന്താ? ഈ സത്യം ആയിട്ടുള്ള ക്യാരക്ടർ എന്തിനാ നമുക്ക് വേണ്ടിയത്? അതിൻ്റെ ആവശ്യം എന്തോ? ബാക്കിയെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം പോരെ. അവന് ദീർഘക്ഷമയുണ്ട്, അവൻ സ്നേഹമുണ്ട്, ലോങ് സഫറിങ്, പേഷ്യൻസ്, ക്ഷമയുണ്ട്, എല്ലാം ഉണ്ട്. ഈ ബാക്കി അതിൻ്റെ കൂടെ ആ ട്രൂത്തോടെ വന്നു. നമ്മളെല്ലാവരെയും നമ്മൾ ഡിഫിക്കൽട്ട് സ്റ്റേജിൽ നിർത്തുന്നത് ഈ ട്രൂത്താണ്, ഈ സത്യമാണ്, സത്യസന്ധത, അല്ലേ? ബിക്കോസ് ഈ പഴയ മനുഷ്യൻ്റെ ആ പാപ സ്വഭാവം നമ്മൾ ജഡത്തിലുള്ളപ്പോൾ നമുക്കത് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് തന്നെ ഇപ്പോഴും ഉണ്ട്. അതിൽ നിന്ന് വെളിയിറങ്ങി വരാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള യോഹന്നാൻ്റെ ആ ലേഖനത്തിൻ്റെ താഴെയുള്ള വശം നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫോളോ. അത് ഫോളോ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഏത് മനുഷ്യനായാലും ഏത് വിശ്വാസിയായാലും അവിടെ ഒരു സ്ട്രഗിൾ വരും. ആ ട്രൂത്ത്, ആ സത്യത്തിൽ ഫോളോ ചെയ്യാൻ അവിടെ ഒരു സ്ട്രഗിൾ വരും. അപ്പം ആ സ്ട്രഗിള് നമുക്ക് മാത്രമേ ഉള്ളൂ. ആ സ്ട്രഗിള് നമ്മൾ ബൈബിളിൽ തന്നെ നമ്മൾ വരുക. എബ്രഹാമും അബിമലേക്ക്, ഫറോ രാജാവ്, അല്ലേ, മിസ്രൈം. അപ്പോൾ അവിടെ ആക്ച്വലി എബ്രഹാം എന്താ ചെയ്തത്? എബ്രഹാം അവിടെ ആ സത്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സത്യം അവിടെ മറയ്ക്കുന്നുണ്ട്. ഒരു കാര്യമുണ്ട്, അല്ലേ? സ്വന്തം ഭാര്യ സഹോദരിയാന്ന് പറയുക. പ്രാക്ടിക്കൽ ലൈഫ് അത് ആന്നു. ബിക്കോസ് നമ്മളും ചില കാര്യങ്ങൾ നമ്മൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും പ്രാക്ടിക്കലി ലൈഫിൽ നമ്മൾ ആ ട്രൂത്ത് നമ്മളിത് കവർ ചെയ്യും. വി വിൽ കവർ ഇറ്റ് അപ്പ്.
നമുക്ക് അറിയാം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെല്ലാം പല സ്റ്റാഫ്സും അവരുടെ എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് അവരുടെ ഒരു റെസ്പോൺസ് ഒരു കള്ളത്തരത്തിൽ, അയ്യോ ഞാൻ ചെയ്തില്ല, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞില്ല, ഞാൻ അല്ല ചെയ്ത്. ഇതാ നമ്മളുടെ ലൈഫും ഒരു മനുഷ്യൻ, നമ്മളെ പോലത്തെ ഒരു മനുഷ്യൻ്റെ ലൈഫും ടോട്ടലി ഇതാണ്. ഒരു സഡനായിട്ട് വരുമ്പോൾ നമ്മൾ എന്താ കവറപ്പ് ചെയ്യും. ഇത് തന്നെ എബ്രഹാമിനും പറ്റിയ ഒരു അബദ്ധം തന്നെ പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന എന്താ, അബിമേലെക്കിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം ഒന്നുമില്ല, ഉണ്ടായിരുന്നോ ഇല്ലയെന്നോ ഒന്നുമില്ല. പക്ഷെ അബിമേലെക്ക് ദൈവം സ്വപ്നത്തിൽ വന്ന് അബിമേലെക്കിന്റെ അടുത്ത് പറയുമ്പോൾ, നീ എങ്ങാനും ആ സാറയെ തൊട്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും മോഹിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കൊല്ലും, അല്ലെങ്കിൽ നിന്റെ രാജ്യത്തിനെ നശിപ്പിക്കും. അപ്പൊ പെട്ടെന്ന് അബിമേലെക്ക് പേടിച്ചിട്ട് ഈ എന്താ എബ്രഹാമിനെ വിളിപ്പിച്ചിട്ട്, എന്തിനാ നീ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞു? ഓക്കെ, അപ്പൊ ആ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടെത്തിച്ചു. അതായത് എബ്രഹാമിന് ആ ഒരു സത്യസന്ധത ഇല്ലായിരുന്നു. എബ്രഹാമിന്റെ ആ സത്യസന്ധ സ്വഭാവം അവിടെ ഇല്ലായിരുന്നു. മീൻസ് അവൻ പേടിച്ചതായിരിക്കാം. ദൈവത്തിൽ വിശ്വാസമുണ്ട്, ദൈവത്തിന് എല്ലാ കാര്യത്തിലും ദൈവത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ദൈവത്തിന് പഠിക്കുന്നുണ്ട്, ദൈവം പറയുന്ന അനുസരിക്കുന്നുണ്ട്. പക്ഷെ ഓൾ ഓഫ് എ സഡൻ ഇങ്ങനെ വന്നപ്പോൾ, അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ജഡത്തിൽ വസിക്കുമ്പോൾ നമുക്കും ഈ അബദ്ധം പറ്റും. വി ആർ നോട്ട് എനി എക്സെപ്ഷണൽ കേസ്. അപ്പം നമുക്ക് ഈ അബദ്ധം പറ്റും. പക്ഷെ ഈ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ അബിമേലെക്കിനെ ഒരു ജെപ്പർട്ടിയിലോട്ട് കടത്തിവിടുന്ന, ഒരു കഷ്ടതയോ അല്ലെങ്കിൽ ഒരു വിഷമത്തിലോട്ട് കടത്തിവിടുന്ന ഒരു കാര്യമായിരുന്നു. അബിമേലെക്കിന് ഒരുപക്ഷെ അബിമേലെക്കിന്റെ ജീവൻ വരെ പോവുമായിരുന്നു, നഷ്ടപ്പെടുമായിരുന്നു. അപ്പോൾ ഒരു വിശ്വാസിയുടെ ഒരു പ്രോബ്ലം നിമിത്തം ഒരു അവിശ്വാസി അല്ലെങ്കിൽ വേറെ വിശ്വാസിക്ക് ട്രബിൾ, നമ്മളുടെ കള്ളത്തരം നിമിത്തം ട്രബിൾ ഉണ്ടാക്കി വെക്കല്ല. നമ്മളുടെ എന്തെങ്കിലും അസത്യം നിമിത്തം അതിൽ ഉണ്ടാക്കി വെക്കല്ല, പോരായ്മ ഒന്നും ഉണ്ടാക്കി വെക്കല്ല. അസത്യം തന്നെ പറയാം, അല്ലെങ്കിൽ നമ്മളുടെ ഫോഷ്ക്ക് തന്നെ ആ വേർഡ് യൂസ് ചെയ്യാം. കാരണം നമ്മൾ മറ്റു വിശ്വാസികളെ അല്ല അവിശ്വാസികളെ എന്താ കഷ്ടതയോ എന്തെങ്കിലും നിമിത്തം വിടില്ല. ഈവൻ നമ്മളൊരു ഗോസ്പൽ റിലേറ്റഡ് ലൈഫ് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു അവിശ്വാസിയുടെ അടുത്ത് തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുത്ത അവനെ നിത്യ നരകത്തിലോട്ട് വിടില്ല. അപ്പൊ അതെല്ലാം നമ്മൾ നോക്കണം. ഇതെല്ലാം അസത്യത്തിന്റെ ആ രീതിയിൽ ആ ഒരു സർക്കിളിൽ വരുന്നതാണ്. അപ്പൊ ഇതാ ഒരു പ്രാക്ടിക്കൽ ലൈഫ് എബ്രഹാമിന്റെ ഒരു കാര്യം വന്നത്. ഇനി നമുക്ക് ജോസഫിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്താണ്. അപ്പൊ ജോസഫിന്റെ കഥയിൽ അല്ലെങ്കിൽ ജോസഫിന്റെ ലൈഫിൽ വരുമ്പോൾ ആ ബാക്കിയുള്ള ആ 10 സഹോദരന്മാര് ചെയ്ത ഒരു കള്ളത്തരം നിമിത്തം അല്ലെങ്കിൽ ഒരു ഫോഷ്ക്ക് നിമിത്തം അവരുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട ആ ഒരു ദേഷ്യമോ വൈരാഗ്യമോ ജലസി നിമിത്തം അസൂയ നിമിത്തം ജോസഫിനെ അവരെ മാറ്റി കളയുക, കൊല്ലാനായിട്ട് തീരുമാനിക്കുന്നു. പക്ഷെ കൊല്ലുന്നില്ല, അതിൽ പലവരും ഇടപെടുന്നുണ്ട്. അവര് ഇത് കാണിച്ചിട്ട് അവര് പിറ്റിൽ കൊണ്ട് ഇടുക. എന്നിട്ട് പോയി പറയുന്ന യാക്കോബിന്റെ അടുത്ത് പോയി കള്ളത്തരം തന്നെ പറയുന്നുണ്ട്, കള്ളം പറയുക. ആ കള്ളം പറഞ്ഞ് അവര് വിജയിക്കുക, മീൻസ് ആ ഫാദറിനെ യാക്കോബിനെ വിശ്വസിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടാവുന്നത്? അവരുടെ ഈ സ്വഭാവം നിമിത്തം അവർക്ക് എന്താ പറ്റിയത്? അവിടെ ഒരു ക്ഷാമകാലങ്ങളെല്ലാം വന്നു. ക്ഷാമകാലം വന്നപ്പോൾ ഇവര് നേരെ ചെന്നെത്തുന്നത് ജോസഫിന്റെ അടുത്താണ്. പക്ഷെ ജോസഫിന് അവരെ മനസ്സിലാക്കി, പക്ഷെ അവര് ജോസഫിനെ മനസ്സിലാക്കിയില്ല. അപ്പൊ ജോസഫിന് അവിടെ റിവെഞ്ച് എടുക്കാനിരുന്നു. പക്ഷെ അതല്ല ജോസഫ് ചെയ്തത്. ജോസഫ് പിന്നെ എന്തിനാ അവരെ ടെസ്റ്റ് ചെയ്തത്?
ജോസഫ് എന്തിനാ അങ്ങനെ റിയാക്ട് ചെയ്തത്? എന്താ, അവരെ ജയിലിടുന്നുണ്ട്, ഒരാളെ നിർത്താൻ പറയുന്നുണ്ട്, യങ് സൺ അവർ സ്പൈ ആന്ന് പറയുന്നുണ്ട്. ജോസഫിനെ അറിയാമായിരുന്നല്ലോ ചേട്ടന്മാരാന്ന് അറിയാമല്ലോ. എന്നിട്ടും ജോസഫ് അങ്ങനെ ചെയ്യുന്നുണ്ട്. ജോസഫ് അവരുടെ ഹോണസ്റ്റി ടെസ്റ്റ് ചെയ്യുമായിരുന്നു, സത്യസന്ധത ടെസ്റ്റ് ചെയ്യുമായിരുന്നു. ഇവർ പഴയതുപോലെ കള്ളത്തരം പറഞ്ഞാണോ വന്നാണോ, കള്ളത്തരം എന്തെങ്കിലും ഉണ്ടോ, ആ ഒരു ടെസ്റ്റ് ചെയ്യുമായിരുന്നു. ആ ഒരു ക്യാരക്ടർ, ആ ഒരു ബേസിലാണ് നമ്മളും നമ്മളുടെ ജീവിതവും എല്ലാം സർക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ദൈവം നമ്മളെ എപ്പോഴെങ്കിലും നമ്മൾ കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളുടെ ഈ കള്ളത്തരമോ എനിത്തിങ് നമ്മളെ ടെസ്റ്റ് ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. ടെസ്റ്റ് തന്നെ നമ്മളെ കടത്തിവിടും. അത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജഡ്ജിൻ്റെ റോളിൽ ജോസഫ് നിന്നുള്ള. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടാകുന്നത്? ജോസഫ് അവരെ ക്ഷമിക്കുക, അല്ലേ? ജോസഫ് അവരുടെ അടുത്ത് കരുണ കാണിക്കുക. ഇതെല്ലാം ഗോഡ്ലി ക്യാരക്ടറാണ്. ജോസഫിന് ആക്ച്വലി ആ ഒരു ഗോഡ്ലി ക്യാരക്ടറിൽ എത്തിക്കാൻ എന്താ അവിടെ ചെയ്തത്? ദൈവം കടത്തിവിട്ട ആ കഷ്ടത. പോത്തിഫറിന്റെ വീട്ടിൽ അവൻ്റെ ഹൃദയത്തിലുള്ള സത്യസന്ധതയാണ്, അല്ലേ? അവനൊരു ടെസ്റ്റിൽ കൂടെ കടത്തി വന്നപ്പോൾ അവൻ്റെ ഹൃദയത്തിലുള്ള ആ സത്യസന്ധത അവൻ ദൈവത്തിൻ്റെ മുമ്പേ അവൻ കാണിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ നേരത്തെ വായിച്ച പോലെ ആ ക്വാളിറ്റി തന്നെ ജോസഫ് കടന്നു വരിക. ഇങ്ങനെ ദൈവത്തിൻ്റെ മുമ്പേ ഒരു മൺപാത്രനാവുക. ബിക്കോസ് അതായത് ഈ ചേട്ടന്മാരെ കാണിക്കാൻ, ഈ ചേട്ടന്മാരെ ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റി കാണിക്കാൻ, സ്വഭാവം കാണിക്കാൻ അനിയനെ കഷ്ടതയെ കൂടെ കടത്തി വിടുക. ദൈവത്തിൻ്റെ ആ റിഫൈനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിഫൈനിങ്ങാണ്. ആ സത്യസന്ധത എന്താ, ആ ട്രൂത്ത് എന്താ, അത് എന്താ, നമ്മളുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്ന ആ ട്രൂത്ത്. ആ സഹോദരന്മാരെ സ്നേഹിക്കാൻ, ആ സഹോദരന്മാർ എന്ത് തെറ്റ് ചെയ്താലും അവരെ സ്നേഹിക്കാൻ. യോഹന്നാൻ ലേഖനത്തിൽ താഴോട്ട് നമ്മൾ ഇനി 2-ാം അധ്യായത്തിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ അതാ കാണുന്നത്, സഹോദരനെ സ്നേഹിക്കണം. പക്ഷെ അതിനൊരു ട്രെയിനിങ് നമ്മളെ വരുത്തും. ആ ജോസഫിനെ ബാക്കിയുള്ള ആ വണ്ണസ് അവര് തന്നെ, ജോസഫിന്റെ സഹോദരന്മാർ തന്നെ എന്താ, അവരെന്നെ ഏറ്റു പറയുന്നുണ്ട്, ഞങ്ങൾ അറിയാതെ ചെയ്തു പോയി, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്തു പോയി, ഒരു സഹോദരനെ ഇങ്ങനെ ജോസഫിനെ അങ്ങനെ ചെയ്ത്. അതാ ജോസഫിന് അത് മനസ്സിലായി. അപ്പൊ അങ്ങനെ ആ ഒരു എന്താ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ജോസഫ് ക്രൈസ്റ്റിന്റെ നേച്ചറിൽ ആയിത്തീർന്നു. ബാക്കി സഹോദരന്മാർക്ക് എന്താ, ജോസഫിനെ ക്രൈസ്റ്റിന്റെ നേച്ചറായിട്ട് കാണാൻ പറ്റി. അവർക്കൊരു രൂപാന്തരം ഉണ്ടായി, അല്ലേ? അവർക്കൊരു നല്ല ജീവിതം ഉണ്ടായി. അവർക്ക് ആ ഫാമിലിയിൽ നിന്ന് മാറി, കഷ്ടതയിൽ നിന്ന് മാറി, പിതാവ് വരുന്നു, ആ ഫാമിലി റീയൂണൈറ്റ് ചെയ്യുന്നു, അവർക്കൊരു ഹാപ്പി ലൈഫ് ആവുന്നു അവിടെ മിസ്രൈമിൽ. അപ്പൊ ഇത് ദൈവത്തിൻ്റെ ഒരു പ്ലാന്, അല്ലെങ്കിൽ ദൈവം വിടുന്ന ഒരു വഴിയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ആ ഫോഷ്കിൻ്റെ കാര്യങ്ങളാണ്. കൂടുതൽ നമുക്ക് ആ ഫോഷ്കിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ സത്യസന്ധതയും സത്യത്തിൻ്റെ ആത്മാവ് നമ്മളുടെ ഹൃദയത്തിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന കാര്യം. അതിൽ നമുക്ക് 1 രാജാക്കന്മാർ 22-ാമത്തെ അധ്യായം, ഫസ്റ്റ് കിങ് ചാപ്റ്റർ 22. ഇവിടെ നമുക്ക് സിറിയ രാജാവും, മലയാളത്തിൽ വേർഡ്സ് 1 എങ്ങനെ, ആറാം ആൻഡ് ഇസ്രായേൽ. അവിടെ 3 വർഷം യുദ്ധമില്ലായിരുന്നു. അത് കഴിഞ്ഞ് യൂദയുടെ രാജാവ് ജെഹോസഫാത്ത് പറയുക, റാമോത്ത്
ഗിലേഡിലുള്ള റാമോത്ത് ഞങ്ങളുടെ സിറിയ രാജാവ് അല്ലെങ്കിൽ ആറാം രാജാവ് അത് കൈവശം വച്ചിരിക്കുക, അത് ഞങ്ങൾക്ക് തിരിച്ച് പിടിച്ച് തരണമെന്ന് പറയുക. അപ്പം ഇത് ആഹാബ് രാജാവ് യഹോശാഫാത്ത് അങ്ങോട്ട് മുൻകൈ എടുക്കുക, ഒരു പ്രോഫറ്റിനെ കൊണ്ട് പ്രോഫസൈസ് ചെയ്യുക. Verse 5, and Jehoshaphat said unto the king of Israel, Inquire, I pray thee, at the word of the Lord today. അപ്പൊ ദൈവത്തിൽ നിന്ന് എന്താ വചനം അല്ലെങ്കിൽ ദൈവത്തിന് ഒരു റിപ്ലൈ ഞങ്ങൾക്ക് കിട്ടണം. ഇത് അറ്റാക്ക് ചെയ്യാൻ പോകണോ, ഇത് തിരിച്ചു പിടിക്കണോ? അപ്പൊ എന്താ ചെയ്യുന്ന ആഹാബ് എന്താ ചെയ്യുന്ന ആഹാബ് രാജാവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ എത്ര പ്രവാചകന്മാരുണ്ട്? 400 പ്രവാചകന്മാര് കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് പ്രവചിപ്പിക്കുക. അവരെ കൊണ്ട് പ്രവചിപ്പിക്കുമ്പോൾ അവര് രാജാവിൻ്റെ ഫേവറായിട്ട്, ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ന് പറഞ്ഞിട്ട് രാജാവിൻ്റെ ഫേവറായിട്ട് പറയുക, ഇത് പോയി അറ്റാക്ക് ചെയ്തോ, ഇന്ന് ദൈവം നിങ്ങളുടെ കയ്യിൽ സിറിയ അല്ലെങ്കിൽ ആറാം രാജാവ് നിങ്ങളുടെ കയ്യിൽ തരുക. അപ്പോൾ വീണ്ടും യഹോശാഫാത്തിന് ഡൗട്ട് തോന്നി, ഇനിയും വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. 8ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? മിഖായ. അപ്പൊ മിഖായാവ് എന്ന് പറഞ്ഞൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ആ പ്രവാചകൻ ഒരിക്കലും ഈ ദുഷ്ടരാജാവായ ആഹാബന് നല്ലതായിട്ട് പ്രവചിച്ചിട്ടില്ല. അതാ സത്യം. ബിക്കോസ് ആഹാബ് ചെയ്യുന്ന തെറ്റുകളെല്ലാം പുറത്ത് കാണിക്കുന്ന വൺ ഓഫ് ദി പ്രവാചകൻ മിഖായാവായിരുന്നു. അപ്പൊ അവനെ പിടിച്ച് മാറ്റി നിർത്തിയിരിക്കുക. അപ്പൊ അവനെ കൊണ്ടുവരാനായിട്ട് പിന്നെ ഇസ്രായേൽ രാജാവ് പറയുന്നുണ്ട്. ഇസ്രായേൽ രാജാവ് പറഞ്ഞിട്ട് ആ ഒരു കോൺവെർസേഷൻ നമ്മൾ ഒന്ന് വായിച്ചാൽ നല്ലായിരുന്നു. 13ാമത്തെ വാക്യം 13 മുതൽ ഒരു 17 വരെ ആദ്യം ഒന്ന് വായിക്കാം. Yeah. അതിൻ്റെ കോണ്ടെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നമുക്ക് വായിക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും നമുക്ക് മനസ്സിലായല്ലോ. മിഖായ ആഹാബ് രാജാവിൻ്റെ മുമ്പേ വരുന്നു, പ്രവചിക്കുന്നു. എന്നിട്ടും ഒരു ഡൗട്ട്, ആഹാബിനൊരു ഡൗട്ട് വന്ന്, എന്നിട്ടും നീ സത്യം മാത്രമേ പ്രവചിക്കത്തുള്ളൂ, പറയാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അവൻ നല്ല രീതി ഒന്നും സംസാരിക്കത്തില്ല എന്ന് യഹോശാഫാത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് യഹോവ കറക്റ്റായിട്ട് എന്താ പറഞ്ഞതെന്ന് ക്ലിയറായിട്ട് വ്യക്തമായിട്ട് ആ പ്രവാചകം പറയുന്നുണ്ട്. 17ാമത്തെ വാക്യം പോലെയാ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഐ സോ ഓൾ ദ ഇസ്രായേലിസ് സ്കാറ്റർഡ് അപ്പോൺ ദ ഹിൽസ് ആസ് ഷീപ്സ് ഹാവ് നോ ഷെപ്പേർഡ്. അതായത് ഒരു രാജാവും ഇല്ലാതെ, ഒരു
ഒരു ലീഡർ ഇല്ലാതെ എല്ലാ ആൾക്കാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാറ്റർ ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ 18-ാമത്തെ വാക്യം പോലെ ഒന്ന് വായിക്കണേ. 18-ാമത്തെ വാക്യം പോലെ 22-ാമത്തെ വരെ മതി, അല്ലെങ്കിൽ 23. താങ്ക് യു. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ആ ഒരു പ്രോഫസി മിഖായാവ് പറയുമ്പോൾ ആ ഫോഷ്കിൻ്റെ ആത്മാവിനെ ദൈവം തന്നെ വിടുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് ഇവിടെ. എന്തിനാ? ബിക്കോസ് ഇത്രയും ക്രൂരനായ ഒരു രാജാവിനെ നേരിടാൻ അത് മാത്രമേ കഴിയത്തുള്ളൂ ദൈവത്തിന്. അതായത് അവനിൽ ഉള്ളിൽ ഉള്ളതെല്ലാം ഫോഷ്കാണ്. യാതാ? ഇസ്രായേൽ രാജാവ് ആഹാബിൻ്റെ ഹൃദയം നിറച്ച് ഫോഷ്ക്ക് തന്നെ ഇരിക്കുക. അപ്പോൾ ദൈവത്തിന് എങ്ങനെ സത്യത്തിൻ്റെ ആത്മാവിനെ വിടാൻ പറ്റുമോ? ഇല്ല. ഫോഷ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഫോഷ്കിൻ്റെ ആത്മാവ് തന്നെ ദൈവം വിടും. എന്നിട്ട് എന്ത് പറ്റും? അത് വെച്ച് ദൈവം പ്രവർത്തിക്കും. പിന്നെ അവൻ ആ ഫോഷ്ക്ക് അല്ലെങ്കിൽ അവൻ ആ അസത്യം അല്ലെങ്കിൽ അതിൽ തന്നെ അവൻ്റെ നാശം അവന് വിധിക്കുകയും, അല്ലെങ്കിൽ അതിൽ തന്നെ അവൻ്റെ എൻഡ് വരും. അതിൽ തന്നെ നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആഹാബ് മരിക്കുന്ന കാര്യം. അപ്പോൾ എൻ്റെ ഇന്നത്തെ രാത്രി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഫോഷ്കിൻ്റെ ആത്മാവാണ്. നമുക്കെങ്ങനെ മനസ്സിലാവും ദൈവ ആത്മാവ് സംസാരിക്കുന്നത് ഫോഷ്കിൻ്റെ ആത്മാവ് എങ്ങനെ മനസ്സിലാക്കും? ഒരു വ്യക്തിയുടെ അടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്, ഫോഷ്കിൻ്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ എങ്ങനെ ഇത് മനസ്സിലാക്കുന്നത്? എങ്ങനെ നമ്മളിത് മനസ്സിലാക്കും? How will we understand? ഒരു സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് ആണോ, അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ലൈയിങ് ആണോ, അല്ലെങ്കിൽ ഫോഷ്കിൻ്റെ ആത്മാവാണോ? ഇതിന് നമ്മൾ ദാവീദിൻ്റെ ആ സിറ്റുവേഷൻ തന്നെ, സങ്കീർത്തനത്തിൽ തന്നെ പോകണം. ആ ഹൃദയത്തിൻ്റെ അകത്തുള്ള കാര്യം തന്നെ നമ്മൾ നോക്കണം. ബിക്കോസ് കർത്താവ് ദൈവം വന്ന് നമ്മളുടെ ഹൃദയമാണ് മാറ്റിയത്, അല്ലേ? ദൈവം ശുദ്ധീകരിച്ചത്, കർത്താവ് നമ്മളെ ശുദ്ധീകരിച്ചത് നമ്മളുടെ ഹൃദയമാണ്, നമ്മളുടെ അകത്തെ മനുഷ്യൻ. ഇൻവേർഡ്, വാട്ട് ഈസ് ഇൻവേർഡ്, അല്ലേ? ആ ഇൻവേർഡ് പാർട്സാ ദൈവം ശുദ്ധീകരിക്കുന്നത്. 51-ാമത്തെ സങ്കീർത്തനം ഫെമിലിയർ വേർഡ്സ് ആണല്ലോ. നമ്മൾ പല ഭാഷയും പല രീതിയിലും നമ്മൾ കേട്ട് ധ്യാനിക്കുന്ന ഒരു വേർഡ്സ്. 6-ാമത്തെ വാക്യം, 51-ാമത്തെ സങ്കീർത്തനം 6-ാമത്തെ വാക്യം. നമുക്ക് അത് ഡിവൈഡ് ചെയ്യാം. ബിഹോൾഡ് ദൗ ഡിസൈറഡ് ട്രൂത്ത് ഇൻ ദ ഇൻവേർഡ് പാർട്സ്. ദൈവം സത്യം എവിടെയാ ആഗ്രഹിക്കുന്നത്, അല്ലേ? മലയാളത്തിൽ തന്നെ ആഗ്രഹിക്കുന്നത് ബിഹോൾഡ് ദൗ ഡിസൈറഡ് ട്രൂത്ത്, അല്ലേ? ദൈവമേ, അങ്ങ് സത്യം
ആഗ്രഹിക്കുന്നത് എവിടെ നിന്നാ വരേണ്ടത്? നമ്മളുടെ ഏറ്റവും ഉള്ളിൻ്റെ ഉള്ളിൽ. ആ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയാ? എത്ര ഉള്ളിൽ നമുക്ക് പോകാൻ പറ്റും? നമുക്ക് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ കാണാറുണ്ടോ? നമുക്കത് അറിയാറുണ്ടോ? ഇതെന്താ ഉള്ളിൻ്റെ ഉള്ളിൽ? എന്താ അവിടെ സംഭവിക്കുന്നത്? നമ്മളുടെ അകത്ത്, നമ്മളുടെ മനസ്സിൻ്റെ അകത്തോ എനി പ്ലേസ് നമ്മൾ എന്താ ചിന്തിക്കുന്നതും എന്താ ഇത്, ആ ഡീപ്പസ്റ്റ് പോയിന്റ് നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ പോയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അത് അറിയാൻ നമ്മൾ നോക്കിയിട്ടുണ്ടോ? അതിൻ്റെ അകത്ത് എന്താ, ആ ലാസ്റ്റ് പോയിന്റിൽ എന്താ ഇരിക്കുന്നതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ദൈവം ഡിസയർ ചെയ്യുന്ന അവിടെ ഉള്ളിൻ്റെ ഏറ്റവും ഉള്ളിൻ്റെ അകത്ത് സത്യം വേണം. ഈ സത്യം ഇല്ലാതെ നമുക്ക് ഈ ദൈവത്തിനെ ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. ദൈവത്തിനെ ഒരിക്കലും പ്രസാദിപ്പിക്കാൻ ഒക്കത്തില്ല. ബിക്കോസ് ദൈവം പ്രസാദിക്കുന്ന എന്താ? ദൈവം പ്രസാദിക്കുന്ന നമ്മളുടെ ഉള്ളിൽ ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റിൽ അവിടെ സത്യം വേണം. യു ഡിസയർ ട്രൂത്ത്. ഇൻവേർഡ് പാർട്സിൽ ഏറ്റവും അകത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ മനുഷ്യന്മാരാഗ്രഹിക്കുന്നതല്ല. നമുക്ക് മനുഷ്യന്മാർ ജഡത്തിൽ ജീവിക്കുന്നുണ്ട്. നമുക്ക് ഒരിക്കലും ഇഷ്ടമല്ല ആ ഏറ്റവും ഉള്ളിൻ്റെ അകത്ത് പോയി നോക്കാൻ. എന്താ അവിടെ ഇരുട്ട് മാത്രമാണ്, അല്ലേ? ഇരുട്ട് മാത്രം ഉള്ള സ്ഥലമാണ്. ഇതിൻ്റെ കുറച്ചുകൂടെ ഇലാബറേറ്റഡ് ഫോം നമുക്ക് നോക്കാം. നമുക്ക് അത് പുതിയ നിയമത്തിൽ തന്നെ വരാം. 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, 2-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഓക്കെ, അതിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, മലയാളത്തിൽ ആ ഹിഡൻ തിങ്സ് എന്ന് വന്നിട്ടില്ല. ബട്ട് ഹാവ് റിനൗൺസ് ദ ഹിഡൻ തിങ്സ് ഓഫ് ഡിസ്ഹോണസ്റ്റി. But have renounced the hidden things of dishonesty, not walking in craftiness, nor handling the word of God deceitfully. നമ്മൾ 51-ാമത്തെ സങ്കീർത്തനം തിരിച്ച് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിൽ 2-ാമത്തെ പാട്ടിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, ആൻഡ് ഇൻ ദ ഹിഡൻ പാർട്ട് ദൗ ഷാൽ മേക്ക് മീ നോ വിസ്ഡം. ആ ഹിഡൻ പാർട്സ് എന്തുവാ? ഇൻവേർഡ് പാർട്ട് എന്താ? ആ ഹിഡൻ പാർട്ട് എന്തുവാ? അങ്ങനെ ഒരു ഹിഡൻ പാർട്ടുണ്ടോ? ഒളിച്ചു വച്ചിരിക്കുന്ന സ്ഥലമുണ്ടോ? ഒളി സ്ഥലമുണ്ടോ? ഒളിച്ച് നടക്കുന്ന സ്ഥലമുണ്ടോ? ഹിഡൻ ആയിട്ടുള്ള സ്ഥലം നമ്മളുടെ ഹൃദയത്തിൻ്റെ അകത്തോ ഉള്ളിലോ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്, അല്ലേ? അതാ ഇവിടെ പൗലോസ് ഇവിടെ പറയുമ്പോൾ, but have renounced the hidden things of dishonesty. ഇത് ഇംഗ്ലീഷിൽ ആദ്യമാ. അതായത് ആ ഒളിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റി, എന്താ ഈ ഒളിച്ചു വച്ചിരിക്കുന്നത്? ഡിസ്ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അറിയാമല്ലോ, സത്യസന്ധത ഇല്ലാത്ത കാര്യങ്ങൾ. അത് അവിടെ ആ ഹിഡൻ തിങ്സിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. അവിടെ ആ ട്രൂത്ത് കവർ ആവുന്ന, അല്ലെങ്കിൽ ട്രൂത്ത് നമ്മളിൽ നിന്ന് പോകുന്നത് നമ്മൾ ആ ഹിഡൻ ആയിട്ട് നമ്മൾ വെക്കുക. പക്ഷെ കർത്താവ് എന്താ ചെയ്തത്? കർത്താവ് അവിടെ തുളഞ്ഞു കയറി ആ ഹിഡൻ തിങ്സിലോട്ട്
നമ്മൾ ഒളിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളും നമ്മളുടെ ഏറ്റവും ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഡ്രില്ല് ചെയ്ത് കയറി, നമുക്കറിയാലോ മൈനിങ് എല്ലാം ചെയ്യുന്നത് ഹെവി ഡ്രില്ലിങ് മെഷീൻസ് വെച്ച് ഡ്രില്ല് ചെയ്ത് അകത്ത് കയറുക. അപ്പൊ കർത്താവ് എന്താ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് ഡ്രില്ല് ചെയ്ത് അകത്ത് കയറുക. അതൊരു പുതിയ വിശ്വാസികൾക്ക് ചിലപ്പം വരത്തില്ല. പക്ഷെ നമ്മൾ കൂടുതൽ വചനത്തിൽ പോകുമ്പോൾ ആ വിസ്ഡം അല്ലെങ്കിൽ ഉൾക്കാഴ്ച നമുക്ക് കിട്ടണം. അല്ലെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് എ വേസ്റ്റ് ഓഫ് ടൈം. നമ്മൾ ഈ ബൈബിൾ വച്ചുകൊണ്ടിരിക്കുന്നതും വായിക്കുന്നതും എല്ലാം വെറുതെ സമയം കളയാൻ മാത്രം. അതുകൊണ്ട് ദൈവം അവിടെ പരിശുദ്ധാത്മാവിനെ വെച്ച് പ്രവർത്തിച്ച് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഡ്രില്ല് ചെയ്ത് കയറുക, ഹിഡൻ തിങ്സിലോട്ട് കയറുക. അവിടെ ഏറ്റവും ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്? ഇവിടെ ദാവീദ് എന്താ ചെയ്യുന്നത്? ഏറ്റവും ഉള്ളിൻ്റെ ഉള്ളിൽ പൊളിച്ചെടുക്കുക. ദൈവത്തിന് മുമ്പേ ടേർ ചെയ്ത് അയ്യോ ദൈവമേ, ആ ഒരു കൺഫെഷൻ ഉണ്ടല്ലോ, ഒരു ഏറ്റുപറച്ചില്, ദൈവമേ ഞാൻ തെറ്റ് ചെയ്തു. ആ തെറ്റിന്റെ ആ പശ്ചാത്താപം അല്ലെങ്കിൽ ആ റിപ്പൻഡൻസ് എന്ത് ഹെവി ആയിരുന്നു ദാവീദിന്. അത് അത് ടേർ ചെയ്ത് ഓപ്പൺ ചെയ്യുക, ഹൃദയം ടേർ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ആ ഹിഡൻ ആയിട്ടുള്ള ആ ഡിസ്ഹോണസ്റ്റി ഉള്ള കാര്യം വെളിയിൽ കൊണ്ടുവരിക. ഇവിടെ 2 കൊരിന്ത്യർ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വായിക്കുമ്പോൾ, not walking in the craftiness nor handling in the word of God deceitfully, but by manifestation of truth. സത്യം എന്താന്ന് അത് മാനിഫെസ്റ്റ് ചെയ്യണം, നമ്മളുടെ ജീവിതത്തിൽ കൂടെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യണം. അതായത് ആ ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യം ബാക്കി മനുഷ്യന്റെ മനസാക്ഷി പോയി ടച്ച് ചെയ്യണം. അതാ വേർഡ്സിന്റെ മീനിങ്. ബാക്കി മനുഷ്യന്മാരുടെ മനസാക്ഷി ടച്ച് ചെയ്ത് മാത്രമല്ല, ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സന്നിധി മുമ്പേ. അത്രയും ഡീപ്പാ നമ്മളെ ദൈവം, അല്ലേ? ദൈവത്തിന്റെ ട്രഷേഴ്സ് അത്രയും ഡീപ്പാ. അവിടെ ആ ദൈവത്തിന് വിസ്ഡം വേണ്ടിയത്, അല്ലേ? ഏറ്റവും ഹൃദയത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളില് ആ വിസ്ഡം അല്ലെങ്കിൽ ഉൾക്കാഴ്ച, അവിടെ വിസ്ഡം വേണം എനിക്ക്. ഞാൻ ആ സത്യസന്ധതയിൽ നടക്കാൻ വേണ്ടി മാത്രം, ആ ട്രൂത്ത്ഫുൾനെസ്സില്, ദൈവത്തിന്റെ ആ ട്രൂ ആയിട്ടുള്ള ഒരു നേച്ചറിൽ നടക്കാൻ ദൈവത്തിന് നമ്മൾ ഏറ്റവും അകത്ത് നമ്മൾ കയറ്റിക്കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമുണ്ട്. അവിടെ ദൈവം വിസിറ്റ് ചെയ്യണം, അവിടെ പരിശുദ്ധാത്മാവ് വിസിറ്റ് ചെയ്യണം. എന്തിനാ? നമ്മളെ തകർക്കാനും വേണ്ടിയാണോ? തകർക്കാനാ. നമ്മളെ പൊളിച്ച് നമ്മൾ ഒന്നുമില്ല, യഥാർത്ഥത്തിലുള്ള ഞാൻ തരുന്ന ഒരു ജ്ഞാനമാ, അത് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ പിന്നെ ഇനി അടുത്തത് 1 പത്രോസ് 3-ാം അധ്യായം. അതില് 4-ാമത്തെ വാക്യം. ഇത് ആക്ച്വലി വൈഫ്സിനെ പറ്റിയാ പറയുന്നത്, അല്ലെങ്കിൽ ലേഡീസിനെ പറ്റിയാ പറയുന്നത്. പക്ഷെ അങ്ങനെ എടുക്കാം. പക്ഷെ എൻ്റെ ഈ കോണ്ടെക്സ്റ്റില് ആ ഒരു പെർട്ടിക്കുലർ വേർഡ്സ് അത് നമ്മൾ എല്ലാ മനുഷ്യന്മാര് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ ഹ്യൂമൻ വിശ്വാസികൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. 4-ാമത്തെ വാക്യം 1 പത്രോസ് 3:4.
ഈ ഒരു വിലയേറിയ ഒരു കാര്യമാണ് ദൈവം മനുഷ്യനെ പറ്റി ഉദ്ദേശിക്കുന്നത്, അല്ലെ? അതായത് ഇംഗ്ലീഷിൽ ബട്ട് ലെറ്റ് ഇറ്റ് ബി ദ ഹിഡൻ മാൻ ഓഫ് ദി ഹാർട്ട്. ഒളിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ ഏതാ? ഹൃദയത്തിൻ്റെ അകത്തുള്ള ആ ഒളിഞ്ഞിരിക്കുന്ന മനുഷ്യന് അതിലൊരു കറപ്ഷനൊന്നും വരുത്താതെ നിങ്ങൾ നോക്കുക. അവിടെ ആ ഹിഡൻ ആയിട്ടുള്ള ഏറ്റവും അകത്തുള്ള പാർട്ടില് അത് ഏത് വ്യക്തിയായാലും ആ ഹിഡൻ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ നോക്കുക. അവിടെ എനിക്ക് കറപ്ഷൻ ഇല്ലാതെ എനിക്ക് വേണ്ടിയത്, അവിടെ എനിക്ക് സത്യം വേണ്ടിയത് ഔട്ട്സൈഡ് അല്ല, പുറമേ അല്ല, ഇൻസൈഡാ വേണ്ടിയത്. അവിടെ എന്ത് ഓർണമെന്റ്സാ വേറെ ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് അലങ്കരിക്കാനാ പറയുന്നത്? മീക്ക് ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ്, താഴ്മ, അല്ലേ? താഴ്മയും ക്ഷമയും, അങ്ങനത്തെ ഒരു ക്വയറ്റായിട്ടുള്ള ഒരു ആത്മാവിനെ കൊണ്ട് നിങ്ങൾ നിറയ്ക്കുക, താഴ്മ കൊണ്ട് നിറയ്ക്കുക. ഇതല്ലാതെ വേറെ ഒരു കാര്യം ഇല്ല. ഇതാ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം. യഥാർത്ഥത്തിലുള്ള ജ്ഞാനം കുറേ ബൈബിൾ സ്കൂളിലോ ബൈബിളിന്റെ വാക്യങ്ങൾ പഠിച്ചോ ഒന്നുമല്ല. യഥാർത്ഥത്തിലുള്ള ജ്ഞാനം ദൈവത്തിന് കറക്റ്റായിട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ഹൃദയത്തിന്റെ ഹിഡൻ പാർട്സിൽ കൊണ്ട് വിസിറ്റ് ചെയ്യിപ്പിക്കുക. അവിടെ വരട്ടെ ദൈവം, അവിടെ നോക്കട്ടെ. എന്നിട്ട് പറ, ഇത്രയും സ്നേഹമുള്ള ദൈവം, ഇത്രയും കരുണയുള്ള ദൈവം, ഇത്രയും കൃപ ഉള്ള ദൈവം, അവിടെ കാണാൻ പറ്റത്തുള്ളൂ ദൈവത്തിന്റെ സ്നേഹവും കൃപയും. വേറെ എങ്ങും കാണാൻ പറ്റത്തില്ല. ഔട്ട്വേർഡ്ലി അല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. നമുക്ക് സമാധാനവും സന്തോഷവും എല്ലാ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെളിയിലുള്ള ഒരു കാര്യമല്ല, അത് അകത്ത് സ്റ്റാർട്ട് ചെയ്യണം. കർത്താവിലുള്ള സന്തോഷം അകത്തി സ്റ്റാർട്ട് ചെയ്യണം. ആ സന്തോഷം, അകത്തുള്ള സന്തോഷം ആ വെളിയിൽ ആ ചിരിയായിട്ട് വരുന്നത്. വെളിയിലുള്ള കിട്ടുന്ന ഒരു കാര്യവും നമുക്ക് ഈ ടെമ്പറിയ ആ സന്തോഷം അധികം കാലം നിലനിർത്തത്തില്ല. അതങ്ങ് എന്താ ഡ്രൈ ആയിട്ട് പോവും. അല്ലെങ്കിൽ ഈ ലോകത്തിൽ തന്നെ നമ്മൾ മരിക്കുമ്പോൾ അതും പോവും. നമുക്ക് കിട്ടുന്ന വെൽത്ത്, ഹെൽത്ത്, എല്ലാ കാര്യങ്ങളും, നല്ല കാര്യങ്ങളെല്ലാം, കിട്ടുന്ന കാര്യങ്ങളെല്ലാം ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ, അത് വിട്ടുമാറേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഹൃദയത്തിലും പരിശുദ്ധാത്മാവ് തരുന്ന നമ്മളുടെ ആത്മാവിലുള്ള സന്തോഷം, അതാ എന്നേക്കും നിലനിൽക്കുന്ന, അതാ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുന്ന. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ, ദൈവമേ എൻ്റെ ഹൃദയത്തിൽ ആ ഒരു ജ്ഞാനം തരണമേ, അങ്ങ് എൻ്റെ ഹൃദയത്തിന്റെ ഏറ്റവും ഉള്ളിൽ വന്ന് വസിക്കുന്നുണ്ടല്ലോ, അത് ഞാൻ അറിഞ്ഞ് എനിക്ക് അങ്ങയുടെ സ്വഭാവത്തിൽ അനുരൂപപ്പെടുവാൻ എന്നെ സഹായിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യ ജീവിതം ഇത് തന്നെയാണ്. ഇത് പൗലോസും പത്രോസും യോഹന്നാനും യാക്കോബും ദാവീദും എബ്രഹാമും എല്ലാവരും, പ്രവാചകന്മാരെല്ലാവരും പറഞ്ഞു നടന്ന ഒരു ജീവിതം ഇത്. ദൈവമായിട്ടുള്ളൊരു ബന്ധം, അത് ഹൃദയത്തിൻ്റെ ബന്ധം, അല്ലാതെ വെളിയിലുള്ള പുറമേയുള്ള ബന്ധമല്ല. അവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഹൃദയത്തിലുള്ള ബന്ധം ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. എന്നാലേ നമ്മളെ ക്രിസ്തീയ ജീവിതവും നമ്മളുടെ ഈ ലോകത്തിലുള്ള ജീവിതം കറക്റ്റ് ആവത്തുള്ളൂ. പിന്നെ നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് എവിടെയാ? ദൈവം. 1 കൊരിന്ത്യർ 4-ാം അധ്യായം, 1 കൊരിന്ത്യർ 4-ാം അധ്യായം, അത് 5-ാമത്തെ വാക്യം. ഇപ്പൊ ദൈവം വരുമ്പോ, കർത്താവ് വരുമ്പോ, അല്ലെങ്കിൽ ആ ജഡ്ജ്മെന്റ് സീറ്റിൽ ദൈവം അവിടെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഹു ബോത്ത് വിൽ ബ്രിങ് ടു ലൈറ്റ് ദ ഹിഡൻ തിങ്സ് ഓഫ് ഡാർക്ക്നെസ് ആൻഡ് വിൽ മാനിഫെസ്റ്റ്
the counsel of their hearts. And then shall every man have praise of God. ആ ഹിഡൻ ആയിട്ടുള്ള ഇപ്പം പറഞ്ഞ ആ ഒരു പോയിന്റില്, ആ ഒരു പോയിന്റ് ദൈവം എന്താ പുറമെ കൊണ്ടുവരാൻ പോകുന്നത്? ജഡ്ജ്മെന്റ് സീറ്റില് ദൈവത്തിന് ആ ജഡ്ജ്മെന്റ് സീറ്റിൽ കാണിക്കാനുള്ള ഒരു കാര്യം അത് തന്നെയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തി, നമുക്ക് കിട്ടുന്ന ആ ജ്ഞാനം, അതനുസരിച്ച് ചെയ്യുന്ന പ്രവൃത്തി, അതെല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഹിഡൻ തിങ്സിൽ നിന്നാണ്, ആ ഹൃദയത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്നാണ്. വേറെ എങ്ങും ദൈവം ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന ഏത് ഗോസ്പൽ വർക്കായാലും സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്, നമ്മളുടെ ഹൃദയത്തിൽ നിന്ന്, അല്ലേ? നമ്മൾ കുറച്ച് നേരത്ത് 2 കൊരിന്ത്യർ 4-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ചുള്ളൂ. അതിൻ്റെ 1, 2 എല്ലാം വായിക്കുമ്പോൾ അതിൻ്റെ ആ കോണ്ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ അവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ട, ഹൃദയത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവിടെ ദൈവം സത്യം ആഗ്രഹിക്കുന്നത്. പിന്നെ അവിടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ കൊണ്ട് വിസിറ്റ് ചെയ്യിപ്പിക്കും. 51-ാമത്തെ സങ്കീർത്തനം 11 വായിക്കുമ്പോൾ അവിടെ ദാവീദ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, കാസ്റ്റ് നോട്ട് ദൈ ഹോളി സ്പിരിറ്റ് അവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയല്ലേ. ബിക്കോസ് പരിശുദ്ധാത്മാവ് അവിടെ പോയി ദാവീദിനെ കൺവിക്ട് ചെയ്ത്, നാഥാൻ പ്രവാചകൻ തന്നെയാ പോയി പറഞ്ഞത്, പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളില് കൺവിക്ട് ചെയ്തത് പരിശുദ്ധാത്മാവ്, ദൈവമാണ്. അതുകൊണ്ട് ദാവീദിന് ഓപ്പണായിട്ട് ഈ സങ്കീർത്തനം എഴുതാൻ പറ്റിയത്. എന്ത് നല്ല സങ്കീർത്തനം, വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാം. നമുക്ക് ഏറ്റവും കംഫർട്ട്, നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ഒരു കംഫർട്ട് കിട്ടുന്ന ഒരു സങ്കീർത്തന. ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. ഇത് ലൈസൻസ് അല്ല തെറ്റ് ചെയ്യാൻ. പിന്നെ ദാവീദ് അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, അല്ലേ? പരിശുദ്ധാത്മാവിന്റെ ആ പ്രസൻസ് പോകുന്ന കാര്യം എന്ന് പറയുമ്പോൾ ദാവീദിന് കിട്ടിയ എന്തോ മനസ്സിന്റെ അകത്ത് ഏറ്റവും വിഷമമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുപോലെ ഒരു വിശ്വാസി, പരിശുദ്ധാത്മാവ് നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും ദുഃഖം നമ്മളുടെ ഹൃദയത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ഹൃദയത്തിൽ സംസാരിക്കുന്നില്ലെങ്കിൽ അവിടെ പോയി നമ്മളുടെ സന്തോഷം അവിടെ പോവും, അവിടെ ഇല്ലാതായോ. പിന്നെ ഉള്ളിൽ സന്തോഷമില്ലെങ്കിൽ നമ്മളുടെ ഔട്ട്സൈഡ് നമ്മൾ എന്താ, ടോട്ടലി ദുഃഖം നിറഞ്ഞ ഒരു വ്യക്തി ആവും. ദൈവത്തിന് വേണ്ടത് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ദൈവം വെയിറ്റ് ചെയ്യുന്നത് മെഷർ ചെയ്യുന്നത് നമ്മൾ വേ ചെയ്യുന്നത് നമ്മൾ നമുക്ക് 1-2 കാര്യങ്ങളോട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് തിരിച്ച് 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൽ 4-ാമത്തെ വാക്യത്തിലോട്ട് പോവാം. 3-ാമത്തെ വാക്യം, and hereby we do know that we know him if we keep his commandments. He that said, I know him, and keepeth not his commandment, is a liar, and the truth is not in him. Verse 5, and whoso keepeth his word, in him verily the love of God perfected. Hereby know we that we are in him. അപ്പൊ നമുക്ക് ആ ദൈവത്തിന്റെ കമാൻഡ്മെന്റ് കീപ്പ് ചെയ്യണം. അതാണല്ലോ നമ്മളുടെ മെയിൻ ഇഷ്യൂ. ദൈവത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുക, അല്ലേ? ആ പ്രമാണിക്കാനായിട്ടുള്ള കൽപ്പന പ്രമാണിക്കാനായിട്ടുള്ള ഒരു കാര്യം ദൈവം കർത്താവ് യോഹന്നാൻ സുവിശേഷം 14-ാമത്തെ അധ്യായത്തില്
16-ാമത്തെ വാക്യവും 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, I will pray the Father and he shall give you another comforter that he may abide with you forever, even the Spirit of truth. സത്യത്തിൻ്റെ ആത്മാവ്, whom the world cannot receive because it seeth not him not, neither knoweth him, but ye know him, for he dwelleth with you and shall be in you. ഈ പോർഷൻ എനിക്കറിയാം, ഞാൻ തന്നെ പല പ്രാവശ്യവും എടുത്തിട്ടുണ്ട്, ഞാൻ വീണ്ടും വീണ്ടും എടുക്കുക. ഈവൻ ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. ആഹാബിന്റെ സമയത്ത് ആഹാബിനെ തെറ്റിദ്ധരിപ്പിച്ച് ഫോഷ്കിന്റെ ആത്മാവ്. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, സത്യത്തിന്റെ ആത്മാവ്. ഈ ഫോഷ്കിന്റെ ആത്മാവ് നമ്മളെ ടോട്ടലി നെഗറ്റീവിലോട്ട് വിടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നെഗറ്റീവിലോട്ട് വിടുമ്പോൾ, സത്യത്തിന്റെ ആത്മാവ് എല്ലാ സത്യത്തിലോട്ട് നയിക്കുന്നത്. എല്ലാ സത്യത്തിനും എന്താ നയിക്കുന്നത്? അതിൽ 21-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അത് മലയാളത്തിലൊന്ന് വായിച്ചേ. 14-ാമത്തെ അധ്യായം 21. He who keepeth my commandment. എൻ്റെ കൽപ്പന സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ കൽപ്പന പ്രമാണിക്കുന്ന ഒരാൾ, ആ കൽപ്പന പ്രമാണിക്കണം. ആ ഹൃദയത്തിലുള്ള നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം, അത് സ്നേഹമാ. ആ സ്നേഹത്തിൻ്റെ ബോണ്ടേജ് ആണെന്ന് നമ്മൾ അത് മനസ്സിലാക്കണം. അവിടെ ആ കൽപ്പന, സ്നേഹത്തിൻ്റെ കൽപ്പന, അത് ഏറ്റവും വലിയ കൽപ്പന. ദൈവം കർത്താവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ, ശിഷ്യന്മാരും ബാക്കിയുള്ളവരെല്ലാവരും ചോദിക്കുമ്പോൾ, കൽപ്പനകളിൽ ഏറ്റവും വലിയ കൽപ്പന ഏതാന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ സ്നേഹമാ ഏറ്റവും വലിയ കൽപ്പന. അപ്പൊ ആ കൽപ്പന പ്രമാണിക്കണമെങ്കിൽ സത്യത്തിന്റെ ആത്മാവ് അവിടെ വേണം. സത്യത്തിന്റെ ആത്മാവ് വേണം. ആ സത്യത്തിന്റെ ആത്മാവിനെ നമ്മളെ ഈ കൽപ്പന എല്ലാം പ്രമാണിക്കാനായിട്ട് സഹായിക്കത്തുള്ളു, അല്ലേ? സത്യത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് മാത്രമേ നമ്മളെ സഹായിക്കത്തുള്ളു. വേറെ യാതൊരു വഴിയും നമുക്ക് ഇല്ല. There is no other way. നമ്മളെ എത്ര ബൈബിൾ സ്കൂളിൽ പോയാലും, എത്ര ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്താലും, എത്ര വചനം പഠിച്ചാലും, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ ആ വ്യക്തിത്വം, ദൈവം തന്നെ ഹൃദയത്തിൽ വസിക്കുന്ന ഒരു കാര്യം, ആ ദൈവം നമ്മളെ സത്യത്തിൽ നയിച്ച് സത്യം എന്താണെന്ന് നമ്മളുടെ ഹൃദയത്തിൽ ബോധ്യപ്പെടുത്താതെ യാതൊരു കാര്യമില്ല. മൈ ഡിയർ ബ്രദറൻ, ദൈവത്തിൻ്റെ കാര്യം അറിയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വഴി മാത്രമേ ഉള്ളൂ. അത് വചനം നമ്മൾ പ്രമാണിക്കണമെങ്കിൽ, വചനം നമ്മൾ അറിയണമെങ്കിൽ, അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടെ അല്ലാതെ പറ്റത്തില്ല. നമ്മൾ 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ബലമില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. ഒരു സഹോദരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഡിഫിക്കൽട്ടി വേറെ ഇല്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ബിക്കോസ് എന്തെങ്കിലും നമ്മളുടെ സഹോദരനിൽ നിന്ന് നെഗറ്റീവായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടക്കേട് തോന്നിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവരെ എനിമിയായിട്ട് കൺസിഡർ ചെയ്യും, അല്ലേ? നമ്മളുടെ എനിമിയായിട്ട് കൺസിഡർ ചെയ്യും. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? ശത്രുക്കളെ വരെ സ്നേഹിക്കാനാണ്. അപ്പൊ ദൈവം നമ്മളെ എല്ലാ സൈഡിലും പൂട്ടുവെച്ച്, ഒരു ചെയിൻ വെച്ച് പൂട്ടിയിട്ടുണ്ടല്ലേ? എന്നിട്ട് ആ ചെയിൻ വെച്ച് ദൈവം പിടിച്ചു വച്ചിരിക്കുക ദൈവത്തിൻ്റെ കയ്യിൽ. നമുക്കിനി ഒരു വഴിയുമില്ല പുറത്ത്.
ഈ സ്നേഹം അറിയാതെ, ഈ ഒരു സ്നേഹം അറിയാതെ നമുക്ക് വേറെ ഒരു വഴിയില്ല. ഈ സ്നേഹം അറിയണം. ഏതാ? ദൈവത്തിന്റെ സ്നേഹം അറിയണം. അയ്യോ ദൈവമേ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു, പക്ഷെ ഞാൻ എൻ്റെ ശത്രുവിനെ സ്നേഹിച്ചില്ലെങ്കിൽ, ഞാൻ എൻ്റെ അയൽലോക്കക്കാരനെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ എന്താ അർത്ഥം? കൽപ്പന പ്രമാണിക്കുന്നില്ല എന്ന് തന്നെയാണ് അത് എൻ്റെ അർത്ഥം. യോഹന്നാന്റെ ലേഖനം താഴോട്ട് വായിക്കുമ്പോൾ ആ സ്നേഹത്തിനെ പറ്റിയാ പറയാൻ പോകുന്നത്. അതാ ദൈവം പെർഫെക്റ്റ് ചെയ്യാൻ പോകുന്നത്. വി വിൽ ബി പെർഫെക്റ്റഡ് ഇൻ ഹിസ് ലവ്. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് പെർഫെക്റ്റ് ചെയ്യുന്നത്. അത് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളില് ആ ഹിഡൻ ആയിട്ടുള്ള ഒരു കാര്യം പുറത്തു വരാതെ, എന്താ, ദൈവത്തിൻ്റെ സന്നിധിയിൽ തുറന്നു വെക്കാതെ, അത് നമ്മളുടെ ആരുടെയും സന്നിധി പുറത്ത് തുറന്നു വെക്കണ്ട, വിശ്വാസികളുടെ ആരെയും. ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് വിത്ത് വൺ പേഴ്സൺ വിത്ത് ഗോഡ്, എ ബിലീവർ വിത്ത് ഗോഡ്. നമ്മളും, അതായത് ടിബി എന്ന് പറഞ്ഞ ഒരു വ്യക്തി അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും ദൈവമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഈ റിലേഷൻഷിപ്പിൽ വേറെ ആരും വരുന്നില്ല. ആ ഹിഡൻ തിങ്സ് ദൈവം ചിലപ്പം വെളിപ്പെടുത്തും. ഏതാ? ബാക്കിയുള്ളവരുടെ കറക്ഷന് വേണ്ടി ചിലപ്പം ആ ഹിഡൻ തിങ്സ് എല്ലാം വെളിപ്പെടുത്തും. അല്ലെങ്കിൽ ദൈവം അത് മറക്കും. ദൈവം അത് എന്താ, കടലിൽ ഏറ്റവും അടിത്തട്ടിൽ കൊണ്ടിടും. ആ പാപമൊന്നും ദൈവം ഓർക്കാറില്ല. ചെയ്ത് കൺഫസ് ചെയ്ത് ഏറ്റുപറഞ്ഞ പാപം, മറന്നുപോയ പാപം ഒന്നും ദൈവം ഓർക്കാറില്ല. ഒന്നും, ഒരു കാര്യം ഓർക്കാറില്ല. അപ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പ്, ദൈവ ആത്മാവ് നമ്മളുടെ ഏറ്റവും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ദൈവ ആത്മാവിൻ്റെ ശക്തി പ്രാപിക്കുക. ആ പ്രാപിക്കണമെങ്കിൽ നമുക്ക് ഒരു വഴിയുള്ള പ്രാർത്ഥിക്കുക. ഈവൻ അത് ലഭിക്കാൻ ഫാസ്റ്റിംഗ് വേണമെങ്കിൽ അവിടെ വരെ നമ്മൾ പോകണം. ഏതാ? ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ. അവിടെ വരെ, ആ ഒരു ലെവൽ വരെ പോകണമെങ്കിൽ നമ്മൾ പോയേ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഇത് ഈസി ആയിട്ട് ലഭിക്കാം, ഒരു സ്പിരിച്വൽ നേച്ചർ ലഭിക്കാമെന്ന് യാതൊരു വിശ്വാസവും നമുക്ക് വേണ്ട. ദൈവത്തിൻ്റെ മുമ്പേ ടൈം സ്പെൻഡ് ചെയ്യാതെ, ദൈവത്തിനെ നമ്മളെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കൊണ്ട് വിസിറ്റ് ചെയ്യിപ്പിച്ച് ഓരോ കാര്യങ്ങൾ ഫോഷ്കുള്ള സ്ഥലത്ത് നമ്മൾ ക്ലിയർ ചെയ്ത് പോവാതെ നമ്മളുടെ ക്രിസ്തീയ ജീവിതം ജോയ്ഫുൾ ആവത്തില്ല. തെറ്റുപറ്റാം. എബ്രഹാമിന് തെറ്റുപറ്റി, യാക്കോബിൻ്റെ മക്കൾക്കും തെറ്റുപറ്റി, പല ഭാഷയും പല ആൾക്കാർക്കും തെറ്റുപറ്റി. പരിശുദ്ധാത്മാവിൻ്റെ സങ്കീർത്തനങ്ങൾ, ദൈവത്തിൻ്റെ സങ്കീർത്തനങ്ങൾ എഴുതിയ ദാവീദിന് തെറ്റുപറ്റി, പത്രോസിന് തെറ്റുപറ്റി, എല്ലാവർക്കും തെറ്റുപറ്റി. നമ്മളെ മനുഷ്യൻ്റെ ജഡത്തിലുള്ള മനുഷ്യന് തെറ്റേ പറ്റത്തുള്ളൂ. പക്ഷെ തെറ്റ് പറ്റാത്ത ഒരേ ഒരു വ്യക്തിയുള്ളൂ, ഒരേ ഒരു മനുഷ്യൻ. അത് നമ്മളെ കർത്താവ് യേശുക്രിസ്തു. ആ കർത്താവ് പറഞ്ഞിട്ടുള്ളത്, ഞാനാവുന്നു വഴിയും സത്യവും ജീവനും. വഴി, സത്യം, ദ ട്രൂത്ത്. ഐ ആം ദ വേ, ദ ട്രൂത്ത്. ആ ട്രൂത്തിൽ, ആ കർത്താവിനെ മുറയെ പിടിക്കാൻ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ. ആ കർത്താവിൻ്റെ അടുത്ത് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ആ കർത്താവിൻ്റെ അടുത്ത് പറ്റിച്ചേർന്ന് പ്രാർത്ഥിച്ച് ലഭിക്കാൻ, കർത്താവിൻ്റെ നാമത്തിലും കർത്താവിൻ്റെ സ്വഭാവം പഠിക്കാൻ, നമ്മളുടെ ക്രിസ്തു, നമ്മളുടെ സഭയുടെ തലയായ ക്രിസ്തു, നമ്മളുടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മളുടെ ഹൃദയത്തിൽ വസിക്കുന്നത്, പിതാവിൻ്റെ ആത്മാവ് നമ്മളുടെ ഹൃദയത്തിൽ വസിക്കുന്നത്. ആ ആത്മാവായിട്ട് നല്ല ഒരു റിലേഷൻഷിപ്പിൽ നടക്കുക. ഇതെല്ലാം ലാസ്റ്റില് ഏറ്റവും അവസാനം ഒന്നി നമ്മളുടെ മരണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ രണ്ടാം വരവിൽ, അവിടെ നമ്മൾ അറിയും. അവിടെ നമ്മളുടെ യഥാർത്ഥത്തിലുള്ള സന്തോഷം നമ്മൾ അറിയും. ഈ ലോകമല്ല, ഈ ലോകവും അതിൻ്റെ കാര്യങ്ങൾ തരുന്ന സന്തോഷമല്ല, ദൈവം തരുന്ന സന്തോഷം, ദൈവത്തിനെ, കർത്താവിനെ മുഖാമുഖം കാണുന്ന സന്തോഷം, അത്
വേറെ ഒരു എക്സ്ട്രീം ഹാപ്പി, അതാ എറ്റേണൽ ബ്ലിസ് എന്ന് പറയുന്നത്. ആ ഒരു ജോയ് നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. ഈ ഭൂമിയിൽ ഈ ശരീരം വെച്ച് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കട്ടെ. ദൈവാത്മാവായിട്ട് നമ്മളെ ഈ വചനത്താൽ നമ്മളെ നയിക്കട്ടെ. എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് മാത്രം. ആമേൻ.